ഡേവിസേ, വേരറുക്കുകയല്ല, വേരോടവനും ഭൂമിയിൽ നിന്ന് പിഴുതെറിയുക. അതിന് കച്ചമുറിക്കിരിക്കുന്ന ഞങ്ങളോട് തന്നെ ഡേവിസിനത് പറയാൻ തോന്നിയല്ലോ. കഷ്ടം. നിങ്ങൾ രണ്ടാളും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഡേസിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെന്ന നിലയിൽ അവളുടെ മനസ്സ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതിനുവേണ്ടി ഞാൻ എന്റേതായ ഒരു ശ്രമവും നടത്തി നോക്കി. അതിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത്ര പെട്ടെന്നൊന്നും ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഹൃദയം ഹൃദയത്തോട് ചേർന്നിരിക്കുന്നുണ്ടെന്ന് ചില കവികൾ പറയാറില്ലേ, അതാണ് അവസ്ഥ. ഒരെണ്ണത്തിൽ നിന്ന് വേർപെടുത്തിയാൽ രണ്ടിലൊരാൾ മരണപ്പെടും. അതാണ് അവസ്ഥ. സ്വന്തം സഹോദരനെ വഞ്ചിച്ച യാക്കോബിന് പിന്നീട് വീണ്ടും പലതവണ വഞ്ചിക്കപ്പെടേണ്ടി വന്നു. കേട്ടിട്ടില്ലേ, വിതയ്ക്കുന്നതേ കൊയ്യൂ എന്ന്. യേശുവിനെ ചുംബനം വഴി ഒറ്റിക്കൊടുത്ത യൂദാസ് ബൈബിളിലെ ഏറ്റവും വലിയ ചതിയുടെ പ്രതീകമാണ്. അതിന്റെ അവസാനം ആത്മഹത്യ ആയിരുന്നു എന്നുകൂടി ഓർക്കണം. നമ്മളെ ചതിച്ചും വഞ്ചിച്ചും അവള് പോയാൽ അത് അവളുടെ സർവനാശത്തിനായിരിക്കും. അതിനൊരു സംശയവും വേണ്ട. ആന്റണി, ഇതൊരു ഗെയിമാണ്, സ്നേഹ മത്സരം. സിനിമയിലാണെങ്കിൽ വില്ലനെ അടിച്ചിട്ട് നായകന് നായിക സ്വന്തമാക്കാം. പക്ഷെ ഇവിടെ വില്ലൻ നായകനാണ്. അപ്പോ നായകനെ വില്ലൻ കൊല്ലേണ്ടി വന്നിരിക്കുക. നായകനെ കൊല്ലണോ നായികയെ കൊല്ലണോ, ഈ കൺഫ്യൂഷൻ മാത്രമേ വില്ലനുള്ളൂ. ആന്റണി, നീ തന്നെ പറ, ഇവിടെ നായകൻ മരിക്കണോ അതോ നായിക മരിക്കണോ? ശിവൻ മരിക്കണോ ഡേസി മരിക്കണോ എന്ന്? രണ്ടിലൊരാൾ ഇന്ന് രാത്രി മരണപ്പെടും. അതാരെ വേണോന്ന് നീ തീരുമാനിക്കണം.